following figures extracted from the books of T. Anand, you are required to prepare a trading and profit and loss account for the year ended 31st December 2003 and a balance sheet as on the date after making necessary adjustment. Also pass the adjusted entries. അതായത് മക്കളെ ഒരു ട്രയൽ ബാലൻസ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നമ്മളോട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. പർച്ചേസസ് 1,20,500 രൂപ. സ്റ്റോക്ക് ഓൺ 1 ജനുവരി 2003 21,500. ഞാൻ നിങ്ങളോട് പ്രോബ്ലം തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഈ ഏതൊക്കെ ഐറ്റമാണോ ആ ഐറ്റങ്ങൾ കൃത്യമായി കാണാതെ തന്നെ പഠിക്കണമെന്ന്. എന്നിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നതിനെ TD എന്നും ക്രെഡിറ്റ് സൈഡിൽ വരുന്നതിനെ TC എന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതിനെ PD എന്നും ക്രെഡിറ്റ് സൈഡിൽ വരുന്നതിനെ PC എന്നും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരുന്നതിനെ BA എന്നും ലൈബിലിറ്റി സൈഡിൽ വരുന്നതിനെ BL എന്നും വിളിക്കുമെന്ന്. അതാണെങ്കിൽ ഓരോന്നിൻ്റെ നേർക്കെഴുതണം. പർച്ചേസസ് എവിടാ വരുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. അതുകൊണ്ട് നമ്മൾ TD എന്ന് വിളിക്കുന്നു. ഓപ്പണിംഗ് സ്റ്റോക്കും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. സാലറീസ് PD പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരും. റെൻ്റ് ആൻഡ് റേറ്റ് അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരും. ഇൻഷുറൻസും അവിടെ തന്നെ വരും. ജനറൽ എക്സ്പെൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും രേഖപ്പെടുത്തുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. TD എന്ന് ബ്രാക്കറ്റിൽ എഴുതണം. മെഷീനറി ഒരു ഫിക്സഡ് അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വരും. സൺട്രി ഡെപ്റ്റേഴ്സും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരും. ക്യാഷ് അറ്റ് ബാങ്കും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരും. ഡ്രോയിങ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് വന്നാൽ കൂട്ടണം, അതിൽ നിന്നും ഡ്രോയിങ്സ് കുറയ്ക്കണം. ഇനി ക്രെഡിറ്റ് ബാലൻസസ് എന്ന് പറഞ്ഞ് കുറേ അധികം ഐറ്റം തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ വരും. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. സൺട്രി ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ വരും. ഇനി അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് ഒരു 4 ഐറ്റം തന്നിട്ടുണ്ട് മക്കളെ. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് സാലറീസ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ ടിൽ അൺപെയ്ഡ് ₹1,600 രൂപ. അതായത് ഡിസംബർ മാസം അവസാനം നമ്മളാണെങ്കിൽ സാലറി കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷേ കൊടുത്തിട്ടില്ല. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. ഏത് എക്സ്പെൻസുമായി റിലേറ്റഡ് ആണിത്? സാലറിയുമായി റിലേറ്റഡ് ആണ്. സാലറിയുടെ എമൗണ്ടിൻ്റെ കൂടെ 1,600 രൂപ കൂട്ടുകയും ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞ് 1,600 രൂപ എഴുതുകയും വേണം. ഒന്നും കൂടെ പറയുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് മക്കളെ സാലറി വരുന്നത്. സാലറിയുടെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നെഴുതി 1,600 രൂപ കൂട്ടുകയും ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞ് എഴുതുകയും വേണം. ഓക്കെ. അടുത്ത രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് പ്രീപെയ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ₹250 രൂപ. ഇൻഷുറൻസ് നമ്മൾ മുൻകൂട്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് 800 രൂപയാണ്. 800-ൽ നിന്നും 250 രൂപ കുറച്ച് എമൗണ്ട് കോളത്തിൽ 550 രൂപ എഴുതണം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അതാണെങ്കിൽ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് 250 രൂപ എഴുതണം. എമൗണ്ട് എപ്പോഴും എഴുതേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന എമൗണ്ട് വേണം എഴുതാൻ, അല്ലാതെ കുറച്ച് വെച്ച എമൗണ്ട് എഴുതരുത്. 250 രൂപ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതണം. മക്കളെ, അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റാണ് ഡിപ്രിസിയേഷൻ മെഷീനറി ബൈ 10%. ശ്രദ്ധിച്ചിരിക്കുക, മെഷീനറിക്ക് 10% ഡിപ്രിസിയേഷൻ. വളരെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ബൈ എന്നാണ് പറഞ്ഞു തരുന്നതെങ്കിൽ ആ എമൗണ്ട് വേണം എടുക്കാൻ. മെഷീനറിയുടെ യഥാർത്ഥ വിലയെന്ന് പറയുന്നത് 31,000 രൂപ. 31,000-ൻ്റെ 10% എന്ന് പറയുന്നത് 3,100 രൂപ. 31,000-ൽ നിന്നും 3,100 രൂപ കുറച്ച് 27,900 രൂപ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതണം. കഴിഞ്ഞിട്ടില്ല. 31-ൻ്റെ 10% എന്ന് പറയുന്നത് 3,100 രൂപ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി എന്ന് പറഞ്ഞ് 3,100 രൂപ എഴുതണം. എന്താണ് മോനെ? ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി എന്ന് പറഞ്ഞ് 3,100 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം.
അവസാനത്തെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. നിങ്ങൾക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും വരും, അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും വരും. ഇത്രയുമേ ഉള്ളൂ ഈ പ്രോബ്ലം. അതിനുശേഷം നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റായിട്ടൊരു 45,000 കിട്ടും. ആ 45,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനെ ബ്രോ ഡൗൺ ചെയ്യണം. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ഒരു 19,650 രൂപ കിട്ടും. ആ കിട്ടിയ നെറ്റ് പ്രോഫിറ്റിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടിക്കാണിക്കണം. അതിൽ നിന്നും ഡ്രോയിങ്സ് കുറയ്ക്കണം. നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് ടാലിയാവും, നമ്മൾ ചെയ്ത പ്രോബ്ലവും ശരിയാവും.